എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കഥാനായിക സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. മതിമറന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന നാരായണിക്ക് അരികിലേക്ക് അമ്പൂറ്റിമാമ ഓടിയെത്തുകയാണ്. അമ്പൂറ്റിമാമ അങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് നളിനിയാണെങ്കിൽ കല്ലുതുള്ളി പറയുന്നുണ്ട്, ഇതുപോലെ ഭ്രാന്തിയായിട്ടുള്ള ഒരു പെണ്ണിനെ എങ്ങനെയാണ് ഒരുത്തന് കെട്ടിച്ചു കൊടുക്കുക? നാളെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ ഒരു ബന്ധം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ചെറുക്കൻ വന്ന് കാണുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ മാനസിക രോഗിയായിട്ടുള്ള ഒരു പെണ്ണാണ് ഇവളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുടങ്ങാൻ വേറെ വല്ല കാര്യവും വേണോ? അപ്പൊ ഇത് പറയുന്ന ആ ഒരു സമയത്തും നമ്മുടെ നാരായണി പറയുന്നുണ്ട്, അമ്മായി എനിക്ക് വേണ്ടി കല്യാണം ഒന്നും ആരും ആലോചിക്കണ്ട, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടെന്ന് പറയാണ്. അപ്പൊ നാരായണി ഇങ്ങനെ പറയും എങ്കിലും നളിനി അത് സമ്മതിച്ചു കൊടുക്കില്ലല്ലോ. പോരാത്തതിന് നമ്മുടെ അമലയും കൂടി ഇടപെട്ട് നടത്തുന്ന ആ ഒരു കല്യാണമാണ്. അങ്ങനെ നാരായണി ഒരുവിധം നമ്മുടെ അമ്പൂച്ചുമാമ സമാധാനിപ്പിച്ച് നാരായണി ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും എന്താ നളിനിയും അതുപോലെ അമലയും ഒക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു ചെറുക്കനും കൂട്ടരും ഒക്കെ വരുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. അപ്പം ഇവരിത്രയും തകൃതിയായിട്ട് കാര്യങ്ങളെല്ലാം ഒരുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാരായണിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. ഒരിക്കലും നാരായണിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ ഇങ്ങനൊരു കല്യാണാലോചന കൊണ്ടുവരുന്നത് തന്നെ. അങ്ങനെ ആ ഒരു ചെറുക്കൻ ഇങ്ങ് വരികയാണ്. ചെറുക്കനാണെങ്കിൽ ഒരു എലുമ്പൻ ചെറുക്കനാണ്, കാണാനൊക്കെ ആണെങ്കിൽ ഒരു കോമഡിയാണ് കേട്ടോ. അവനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നമ്മുടെ നാരായണിയായിട്ട് ഒട്ടും മാച്ചിങ് അല്ലാത്ത ഒരു പൊട്ടനെയാണ് ഇവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ചെറുക്കൻ വന്നത് പെണ്ണിന്റെ പേരെന്താന്ന് ചോദിക്കുകയാണ്. നാരായണി എന്ന് പറയുമ്പോഴത്തേക്കിന് അയ്യേ നാരായണിയോ, അതൊരു ഓൾഡ് ജനറേഷൻ പേരല്ലേ, ഇതാരും ഈ നാരായണി എന്നൊക്കെ പേരിട്ടത്? അപ്പൊ ഇവന്റെ ഈ വർത്തമാനം അതുപോലെ തന്നെ ഇവന്റെ ഈ ഒരു രീതിയും ഇവന്റെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും പപ്പന് തീരെയും പിടിക്കുന്നില്ല. പപ്പനാണെങ്കിൽ ഈ ചെറുക്കനെ ഇങ്ങ് വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നാരായണി ഇതാ ചായയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ചെറുക്കന് മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കിനും പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ പെണ്ണിന്റെ പേരെനിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ മാറ്റാം എന്നുള്ള രീതിയിൽ നളിനിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ചെറുക്കനാണെങ്കിൽ അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നും പറഞ്ഞാണ് ഈ ഒരു കോന്തനെ കൊണ്ടുവന്ന് നമ്മുടെ നാരായണിയെ കാണിക്കുന്നത്. അമല വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിശാഖ് അത്യാവശ്യം നല്ല മിടുക്കനാണ്. ആ വിശാഖിന്റെ ആ ഒരു 7 അയലക്കത്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ചെറുക്കനെ ആയിരിക്കണം നാരായണിക്ക് കണ്ടെത്തി കൊടുക്കേണ്ടത്. നാരായണിയുടെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തച്ചുടയ്ക്കുക. അപ്പം അനൂപുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ നാരായണിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണ് അനൂപുമായിട്ടുള്ള ആ ഒരു ബന്ധം. അത് ഒരു കാരണം വെച്ചാലും നടക്കാൻ പാടില്ല. അപ്പൊ തന്നെക്കാട്ടിലും നല്ലൊരു ചെറുക്കനെ അവൾക്ക് കിട്ടണ്ട എന്നുള്ള ആ ഒരു കുശുമ്പ് അത് തന്നെയാണ് നമ്മുടെ അമലയ്ക്കുള്ളത്. നളിനിയും അതിന് ഒരു മോശമൊന്നും അല്ല. പക്ഷെ ഈ മുത്തശ്ശി ഇത് എന്തിനാണാവോ ഇങ്ങനെ ഒരു കടും കൈക്ക് കൂട്ടു നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നാരായണി ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ നാരായണിയോട് ചെറുക്കൻ ചോദിക്കുകയാണ്. നാരായണിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം സഖി കേട്ട നമ്മുടെ അമ്പോറ്റുമാമ ഇങ്ങ് കലിതുള്ളി വരികയാണ്. കലിതുള്ളി വന്ന അമ്പോറ്റുമാമയാണെങ്കിൽ ചെറുക്കന്റെ കുത്തിന് പിടിച്ച് ചെറുക്കനെ 2 അടി അടിച്ച് വീടിന് വെളിയിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പം അവനാണെങ്കിൽ ഇതാ വാലും ചുരുട്ടി ഓടുകയാണ്. എന്തായാലും നല്ല തകർപ്പൻ ഒരു ചെറുക്കനെ തന്നെയാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രമോ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ എന്തായാലും കാര്യങ്ങൾ പിടികിട്ടും. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നാരായണിയുടെ അമ്മയുടെ ആ ഒരു ആത്മാവിനെ കണ്ട് പേടിച്ച് വരണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ബാലഗോപാലന്റെ മനസമാധാനമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആ ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഇയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനൂപിന്റെ അടുത്ത് പറഞ്ഞ് അനൂപ് പറയാണ്, ഇപ്പൊ അടുത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാല് കളരിക്കൽ അമ്മയുടെ ആ ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പം അമ്മമ്മ ആ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു പറയാണ്. അഭിമേനിയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ബാലഗോപാലൻ. താൻ ഇങ്ങനെ ദുസ്വപ്നവും കാര്യങ്ങളും ഒക്കെ കണ്ടു, അതെന്താണ് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കത് കണ്ടതിന് ശേഷം ഒരു മനസ്സമാധാനവും ഇല്ല തിരുമേനി, എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാവോ എന്ന് ചോദിക്കുകയാണ്. നല്ലതുപോലെ തന്നെ കളരിക്കൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ് തിരുമേനി. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ബാലഗോപാലൻ എന്നെ വന്നൊന്ന് കാണാനും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ബാലഗോപാലൻ ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നടക്കുന്ന സമയത്താണ് നമ്മുടെ നാരായണി ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്നത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നാരായണി ഉണ്ടല്ലോ ബാലഗോപാലിന്റെ പിന്നിലായി വന്ന് നിൽക്കുന്ന ആ ഒരു സമയമാണ് പുള്ളിക്കാരൻ തിരുമേനിയുടെ അടുത്ത് വന്ന് വീണ്ടും ചോദിക്കുന്നത്, അതെ ഞാൻ ഇങ്ങനെ പേടിപ്പെടുന്ന ആ ഒരു സ്വപ്നമൊക്കെ കാണുന്നത് അത് മരിച്ചുപോയ ആൾക്കാരെയൊക്കെയാണ് ഞാൻ കാണുന്നത്.
അതെന്തുകൊണ്ടായിരിക്കും തിരുമേനി എന്ന് ഒന്നും കൂടെ ചോദിക്കുകയാണ്. അപ്പൊ തിരുമേനി അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുന്നത്, ദേവിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആരെയൊക്കെയോ വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആരുടെയോ ആത്മാവാണ് നിങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. എന്തായാലും ദേവിക്ക് വേണ്ടുന്ന അർച്ചനയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളെ ആ ഒരു ബാധാദോഷങ്ങളൊക്കെ വിട്ടുമാറും എന്നുള്ള കാര്യമൊക്കെ തിരുമേനി പറയുമ്പം നമ്മുടെ നാരായണി ദാ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു ചിരിച്ചിരിക്കുകയാണ്. സാക്ഷാൽ കളരിക്കൽ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ ആളാണല്ലോ നാരായണി. അതുകൊണ്ട് തന്നെ നാരായണിക്ക് അറിയാം തന്റെ അമ്മ തന്നെയാണ് ഇവനെ കൊല്ലാനായിട്ട് അവൻ അരികിലേക്ക് ചെല്ലുന്നത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ബലിയൊക്കെ അർപ്പിച്ചെങ്കിലും അവരുടെ ആത്മാവ് പൂർണ്ണമായും ഈ ഒരു മണ്ണ് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ചോര കൂടി ഈ മണ്ണിൽ ചീന്തണം എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ നാരായണി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ വൃന്ദയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വൃന്ദയാണെങ്കിൽ ഇതാ നാഥൻ സാറും ഊർമിള ടീച്ചറും ഒക്കെ വൃന്ദയ്ക്ക് എതിരായി തുടങ്ങുകയാണ്. അപ്പം നാരായണി സഹായിക്കുന്നത് കൊണ്ട് തന്നെയാണ് വൃന്ദ ഇത്രയും മനോഹരമായിട്ട് എഴുതുന്നത് എന്നുള്ള നമ്മുടെ ഗിരിയുടെ ആ ഒരു കമന്റ് ഒക്കെ തന്നെയാണ് ഇതിനൊരു കാരണമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും വൃന്ദയാണെങ്കിൽ നളിനിയെ വിളിക്കുകയാണ്. അപ്പൊ നളിനിയെ വിളിക്കുമ്പോൾ നളിനി അന്ന് വീട്ടിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും വൃന്ദയോടായിട്ട് പറയുകയാണ്, എന്റെ പൊന്നു മോളെ, നാരായണിയെ കാണാനായിട്ട് ഞങ്ങൾ ഒന്നാം തരം തങ്കക്കുടം പോലത്തെ ഒരു ചെറുക്കനെ കൊണ്ടുവന്നതാണ്. പക്ഷെ നിന്റെ അച്ഛനും ആ വട്ടുപെണ്ണും കൂടി ആ ചെറുക്കനെ ഇവിടുന്ന് പറത്തി എന്ന് പറയുകയാണ്. അപ്പൊ വൃന്ദ പറയുന്നുണ്ട്, അല്ലമ്മ അതിന് നാരായണി കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ. എടി നാരായണി ഇവിടെ കല്യാണം കഴിക്കാതെ നിന്ന് കഴിഞ്ഞാല് നിന്റെ വിശാഖേട്ടന്റെയും നിന്റെ അമല ചേച്ചിയുടെയും ജീവിതമായിരിക്കും തകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമലയ്ക്ക് നല്ല നിർബന്ധമുണ്ട്. എന്തായാലും ഒരു മണമൊന്നും ഇല്ലാത്ത ഒരു മണഗണാഞ്ചനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അമലമോളുടേതാണ്. പിന്നെ അമലമോള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അപ്പീൽ ഇല്ലാത്തത് കൊണ്ട് ഞാനും അതിന് സമ്മതിച്ചു. പക്ഷെ നിന്റെ അച്ഛൻ ആരാ മുതല് അമ്പോറ്റുമാമ നാരായണിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നാരായണിയുടെ ആ ഒരു ചെറുക്കനെ അത് അമ്പോറ്റുമാമ തന്നെ കണ്ടുപിടിച്ചോളാം എന്നുള്ള ആ ഒരു വീരവാദമൊക്കെ അടിച്ചിട്ടാണ് നിന്റെ അപ്പൻ ഇവിടുന്ന് പോയത് എന്നുള്ള കാര്യമൊക്കെ നളിനി വൃന്ദയോട് പറയാണ്. അപ്പൊ വൃന്ദയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനായിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ നാരായണിയുടെ നോവൽ നഷ്ടപ്പെടും, അപ്പറയാണെങ്കിൽ നാരായണിക്ക് നല്ലൊരു ജീവിതം കിട്ടും. അപ്പം എന്തൊക്കെ വന്നാലും വൃന്ദയ്ക്ക് ഇതൊരു നല്ല തീരുമാനമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എന്തായാലും നമ്മുടെ ബാലഗോപാലിന് വേണ്ടുന്നത് നമ്മുടെ നാരായണി അറിഞ്ഞു തന്നെ കൊടുത്തോളും. അപ്പൊ നാരായണി ഒരു ദിവസം നമ്മുടെ അനൂപിന്റെ അടുത്ത്, അതായത് ഇഷ്ടം പറഞ്ഞ ആ ഒരു ദിവസം അനൂപിന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ തീരുമാനിക്കുന്ന ഏതൊരു മുഹൂർത്തത്തിലായാലും നിങ്ങൾ എന്റെ കഴുത്തിലെ താലി കെട്ടണം എന്നുള്ള ആ ഒരു വാക്ക്. അപ്പൊ ആ ഒരു വാക്ക് നമ്മുടെ അനൂപ് പാലിക്കുകയൊക്കെ തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് നാളെ വരുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്